വണ്ടി പൊളിഞ്ഞു കേട്ടോ. അയ്യോ, തകർന്നു. ഹലോ ഗൈസ്, എല്ലാ മച്ചാന്മാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാന്മാരെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ NS400 Z. എന്താണ് Z എന്നല്ലേ? Z എന്ന് പറഞ്ഞാൽ ആ ഇസഡിനെയാണ് കേട്ടോ. ഇസഡ് ആ ഒരു ഇസഡാണ് പാറ്റേൺ ആയിട്ടാണ് അവർ ആ ഒരു DRL കൊടുത്തേക്കുന്നത്. അപ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഹെഡ്ലൈറ്റാണ് ഈ ഒരു ഫ്രണ്ട് ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ. കുറേ പേർക്ക് ഇഷ്ടപ്പെടില്ല, വയസ്സിൽ ഞാനും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് വണ്ടിയുടെ ഒരു വിലയും എല്ലാം വെച്ച് വിലയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ നമുക്കൊരു കുറ്റം പറയാൻ പറ്റിയൊരു ഹെഡ്ലൈറ്റ് അല്ല. ആ വിലയ്ക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കിഡിലും വിസിബിലിറ്റി ആയിരുന്നേയും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഹെഡ്ലൈറ്റ് എന്ന് തന്നെ പറയാം. എന്തായാലും വെച്ചാൽ പറയാം, നമുക്ക് അധികം വലിച്ചു നീട്ടാം, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ അതിന് ആരെങ്കിലും അതിൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും. തുടർന്ന് വിളിക്കുന്നത് ഇനി വിളിച്ച് നോക്കി Instagram ID, Facebook പേജ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് പവറാക്കാം. അപ്പോൾ എന്തായാലും വെച്ചാൽ അവർ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ റിവ്യൂ ആട്ടോ, എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയുന്നത്. ഞാൻ വണ്ടി എത്ര സ്പീഡ് കയറ്റിയെന്നും എത്ര ടോപ്പ് എൻഡ് കയറ്റിയെന്നും പിന്നെ വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു കിടിലം വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും മച്ചാൻ വരെ നമ്മൾ ഈ ഒരു വരുന്ന വ്ളോഗിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ നേരെ സ്കിപ്പ് ചെയ്യല്ലേ, അപ്പോൾ നേരെ ഇരുന്ന് പോലെ അപ്പോൾ നേരെ പോയേക്കാം ഗൈസ്. അപ്പോൾ അതാ നമ്മളങ്ങനെ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞാൽ തന്നെ നമ്മൾ NS400 ഫസ്റ്റ് ഡ്രൈവ് മീഡിയ ഡ്രൈവിന് പോവുകയാണ്. അപ്പോൾ അതാ നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഡൂക്കാനും പൊളിയല്ലേ. അപ്പോൾ നമ്മളെ മോജോ യെല്ലോ ക്രൈസറും ഉണ്ട്. അപ്പോൾ നേരെ നമ്മൾ നമ്മളെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേക്ക് ഫാൻ കറങ്ങുന്നില്ലല്ലോ അല്ലേ? ഫാൻ കറങ്ങുന്നിട്ടേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മൾ സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. എല്ലാം ഇവിടെ ഉണ്ട്. 17D കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മച്ചാൻ പറയാം, ഇവിടെ നല്ല സൗണ്ട് ഉണ്ടാണ്. എന്തായാലും ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം ഗൈസ്. അപ്പോൾ അതാ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ വഴി അറിഞ്ഞൂടാതെ നമ്മളിങ്ങനെ നടക്കേണ്ട ബാംഗ്ലൂർ എയർപോർട്ടിലും. ഗൈസ് അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിട്ട് വിശന്ന് കണ്ണ് കാണാൻ ബിരിയാണി. എന്തൊരു ബിരിയാണി? ആമ്പൂർ ബിരിയാണി ബാംഗ്ലൂർ സ്റ്റൈൽ ഗൈസ്. അപ്പോൾ ഞാൻ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂമിലെത്തി ഈ ഒരു റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണ് കിടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നോക്കാൻ താത്തൊരു ചെറിയൊരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വെച്ചാൽ നാളെയാണ് ഇനി ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നാളെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും കുറേ നാൾക്ക് ഇടവേളയ്ക്ക് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും വെച്ചാൽ എൻ്റെ ആ ടച്ചൊക്കെ എനിക്ക് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്ത് പവർ ആക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നാളെ രാവിലെ കാണാം. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ കിടന്നുറങ്ങാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഒന്ന് കിടന്നുറങ്ങി. ഈ ഒരു റൂമിൽ 2 കട്ടിലുണ്ട് കേട്ടോ, എങ്ങനെ വേണം കിടന്നുറങ്ങാം. അപ്പം നേരെ നാളെ രാവിലെ കാണാം. രാവിലെ ഇവിടെ വണ്ടി വരും, വണ്ടി വന്ന് കയറി അങ്ങ് പോകും. അപ്പോൾ നേരെ പവറാക്കാം. രാവിലെ എണീറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഫുഡൊക്കെ കഴിച്ച് വന്ന് കിടന്ന്. അപ്പോൾ അത്യാവശ്യം വൈബാണ് കേട്ടോ. നമ്മളെ ഈ ഒരു ഹോട്ടൽ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മളിവിടെ നോക്കിയാൽ അത്യാവശ്യം സിറ്റിയും കാര്യങ്ങളും അത്രയും കാണാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ നമ്മളിനി നമ്മൾ ആ ഒരു NS400 ലോഞ്ചിങ്ങിന് പോകാൻ വേണ്ടിയാട്ടോ. അപ്പോൾ അവിടുത്തെ ആ ഒരു വിശേഷങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഓൾറെഡി ക്യാബൊക്കെ വന്ന് താഴെ വെയിറ്റ് ചെയ്തിട്ട് ക്യാബ് ഇഷ്ടംപോലെ പ്രാവശ്യം വിളിക്കുക കേട്ടോ. അപ്പം നമ്മളെല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുന്നത്. ആ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ എന്തായാലും റൈഡിങ് ഗ്ലൗ എടുത്തില്ല, എന്താവും അറിയില്ല. അവിടെ ചെന്ന് ഇനി ആരെന്തെങ്കിലുമൊക്കെ മേടിക്കണോ എന്താണ് ഒന്നും അറിയാൻ മേലാത്ത അവസ്ഥയാണ്. റൈഡിങ് ഗ്ലൗ ഇല്ലാതെ എനിക്ക് തോന്നുന്നു ട്രാക്കിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ട്രാക്കിൽ ഇറങ്ങണമെങ്കിൽ ഉറപ്പായിട്ടും റൈഡിങ് ഗ്ലൗ വേണം. അത് നമുക്ക് അവിടെ നിന്ന് ആരെങ്കിലും ഒപ്പിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നേരെ ഇവിടെ നിന്ന് ട്രാക്കിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് നേരെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടിയുടെ ബാക്ക് സീറ്റിലിരിക്കുക. ബാക്ക് സീറ്റ് ഇന്നോവയുടെ ബാക്ക് സീറ്റ് അല്ല, ഈ ക്രിസ്റ്റയിലാണ് പോകുന്നത്. ക്രിസ്റ്റയുടെ ബാക്ക് സീറ്റ് നൈസാണ് കേട്ടോ. ബജാജ് പ്ലാന്റിലോട്ട് നമ്മൾ കയറിയതാണ്. ഇതാണ് നമ്മൾ ബജാജ് പ്ലാന്റ് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഹോട്ടലിൽ നിന്ന് നമ്മളെ ബജാജിൻ്റെ പ്ലാന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈവൻ്റ് അടക്കാൻ പോകുന്നത് ഇവിടെ വെച്ചാൽ കേട്ടോ. അപ്പോൾ നോക്കിയാണ് ഒരു കിട്ടിലും വൈബ് സെറ്റപ്പാണ്. ഫുള്ള് വാട്ടറൊക്കെ നിറച്ചുകൊണ്ട് ഫുൾ മൊത്തം വൈബാണ് കേട്ടോ. ഇത് നമ്മളവിടെ നിന്ന് കിട്ടിയാണ് രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്മളെ ബജാജിൻ്റെ ഹെൽമെറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ ലോഞ്ചിങ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വെളിയിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയാൽ 3 വണ്ടികൾ കാണാം. 4 NS കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് വേറെ ലെവൽ രീതിക്ക് സ്റ്റൺ മോഡിൽ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് NS ആയിട്ട് നോക്കാൻ നേരത്ത് വലിയ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ USD4 മാറ്റമുണ്ട് കേട്ടോ. ഭയങ്കര മൊത്തത്തിലുള്ളൊരു മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ള. ഫ്രണ്ട് ഡിസ്ക് ഒക്കെ നോക്കിയാൽ അപ്പ് സൈസിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതും 320 mm ഈ ഒരു ഡിസ്പ്ലേ ആയിട്ടൊക്കെ വരുന്നത്. അതൊക്കെ ഒരു ന്യൂജൻ ടെക്നോളജി തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ
ഫോർക്ക് നമുക്ക് ഡൊമിനാറിൻ്റെ അതേ സെയിം ഫോർക്ക് ആ ഒരു സൈസ് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് വരുന്ന ഒരു ലൈറ്റ് ഗോൾഡൻ ഷേപ്പിലാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രൊജക്ടർ ലൈറ്റ്, ഈ ഒരു ഹെഡ് ലൈറ്റ് ഞാൻ മുമ്പ് പറഞ്ഞ് കൊള്ളത്തില്ലെങ്കിലും അടുത്ത് വന്ന് കാണാൻ നേരത്തെ അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. കണ്ട് ഇഷ്ടപ്പെടാവുന്ന ഒരു ഹെഡ് ലൈറ്റ് ഡിസൈനിങ് തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത്. അല്ലാത്ത പക്ഷേ നമുക്ക് ഇത് മോഡിഫൈഡ് ചെയ്ത് ഈ ഒരു ഹെഡ് ലൈറ്റ് ചേഞ്ച് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഹെഡ് ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഈ ഒരു NS എടുത്തിട്ട് നമുക്ക് നമ്മളെ പഴയ NSൻ്റെ ഹെഡ് ലൈറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു സംതൃപ്തിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ പോർഷനൊക്കെ നോക്കിയാൽ അറൗണ്ട് ഇതുവരെയൊക്കെ നമ്മൾ ആ ഒരു സ്റ്റോക്ക് ടാങ്ക് സിസ്റ്റം വരുന്നുണ്ട്. ആ സ്റ്റോക്ക് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു NS 200 എന്നൊക്കെ വെച്ച് നോക്കുന്നത് കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട്. അത് നോക്കിയാൽ NS എന്നുള്ള ഒരു ഡിസൈൻ പാറ്റേൺസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൾസർ എന്നുള്ള മെൻഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡൊമിനാർ 250 വരുന്ന അതേ സിംഗും കാര്യങ്ങളും ആ ഒരു ബാക്ക് മോണോഷോക്കൊക്കെ അതേ സെയിം ഡിസൈൻ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ബാക്ക് ഈ ഒരു സീറ്റ് കവളൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ NS 400. പിന്നെ കുറേ എയറോ ഡൈനാമിക് പാറ്റേൺസ് ഒക്കെ കാണാൻ പറ്റും. ബാക്കിൽ ഇവിടെയൊക്കെ നോക്കിയാൽ ഈ ഒരു ഡിസൈൻ പാറ്റേൺസ് ഒക്കെ സെയിം ആ ഒരു പാറ്റേൺസിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. സെയിം അല്ല, എയറോ ഡൈനാമിക് ഡിസൈനിൽ വ്യത്യാസം വരുന്നുണ്ട്. ബ്രേക്ക് ലൈറ്റ് ടിപ്പിക്കൽ NS 200 ആ ബ്രേക്ക് ലൈറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതൊക്കെ ഈ ഒരു ഡിസൈൻ എന്ന് പറയുക, ഈ ഫസ്റ്റ് വ്യൂ ഡിസൈൻ എന്ന് പറയുന്ന NSൻ്റെ നമുക്കൊരു ഐക്കോണിക് ഒരു ഡിസൈനിങ് ആണ്. അതായത് ഫാൻസ് ബേസ് ഉള്ള ഒരു വണ്ടിയാണ്. അതുകൊണ്ടല്ലേ അവർ ഈ ഒരു NS തന്നെ 400 കൊണ്ടുവന്നത്. എന്തുകൊണ്ട് RS കാണിച്ചിട്ട് അവരത് കൊണ്ടുവന്നില്ല? NS എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഫാൻസ് ബേസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ അത്യാവശ്യം പോക്കറ്റ് റോക്കറ്റ്, ഇനി നമുക്ക് NS അല്ലെ ബജാജിലെ ഒരു പോക്കറ്റ് റോക്കറ്റ് ഏത് വണ്ടിയാണെന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു വണ്ടിയായിട്ട് മാറുന്നുണ്ട് ഈ ഒരു NS 400. കാരണം NS 400 നമുക്കിപ്പോൾ സിറ്റി ലൈഫിലൊക്കെ നമുക്ക് ഫ്ലെക്ക് ചെയ്തും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഹൈവേ കൂടെയൊക്കെ കറക്റ്റ് ത്രോട്ടിൽ റെസ്പോൺസ് കൺവേർട്ട് ചെയ്ത് പോകാൻ പറ്റും. 390 വരുന്ന ടൈപ്പ് നമ്മൾ അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ലിവറും ക്ലച്ച് ലിവർ ഇതിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. വണ്ടി ഫസ്റ്റ് ലുക്കിൽ തന്നെ നോക്കാൻ നടന്നത് അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ആ സീറ്റ്സും പാറ്റേൺസ് ഒക്കെ നോക്കിയാൽ ആ NSൻ്റെ ആ സെയിം ഡിസൈൻസും ആ ഒരു സെയിം സോഫ്റ്റ്നെസ്സും ആണ് വരുന്നത്. ഇവിടെ അടക്കം ആ ഒരു ടാങ്ക് പാഡ് ഈ ഒരു സെക്ഷൻ എന്നൊക്കെ നോക്കിയാൽ പക്ക ടിപ്പിക്കൽ NS 200 തന്നെ പറയും. നോക്കിയാൽ നമ്മൾ ഗിയർ ഇൻഡിക്കേഷൻസ് ഒരു പൊസിഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ മാത്രം ഒരു TFT കൺവേർഷൻ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഇതിൽ ചാവിയും കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ സ്റ്റണ്ട് മോഡാണ്. അതായത് NSൻ്റെ ആ ഒരു മീഡിയ ലോഞ്ചിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റണ്ട് വണ്ടിയാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് നോക്കിയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ NSൻ്റെ ഗ്രാബ് റെയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഡിസ്കവറിൻ്റെ ഗ്രാബ് റെയിലും അത് ബാക്കിലൊക്കെ നോക്കിയാൽ വലിയ സ്പോക്കറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ഗ്രേഡ് ചെയ്തേക്കണം. നമുക്ക് പയ്യന്മാർക്ക് ഇത് പൊളിക്കാം. ഇത് നമുക്ക് കുറച്ചുകൂടെയൊക്കെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഓസം പവറിലോട്ടാക്കി മാറ്റാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഇത്. കാര്യം നമ്മൾ ഈ വണ്ടി എടുത്ത് തന്നെ മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു സെറ്റല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ ഔട്ട്പുട്ട് എനിക്ക് എന്തായാലും ഞാൻ ട്രാക്കിൽ എടുക്കാൻ നടത്ത് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ഞാൻ എടുത്ത് നോക്കും. അറൗണ്ട് എഞ്ചിൻ CCയും പവറും കാര്യങ്ങളൊക്കെ നമുക്ക് എത്രയാണ് വരുന്നതെന്ന് എല്ലാം ഞാൻ പറയുന്നത്. എനിക്കൊന്ന് ഡൊമിനാറിൻ്റെ സെയിം എഞ്ചിൻ സ്പീഡും കാര്യങ്ങളും ടോർക്കൊക്കെ ഇരിക്കും പറഞ്ഞത്. പക്ഷേ അത് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്തൂടെ സന്തോഷം എന്ന് പറയുന്നത്, ഡൊമിനാറിൻ്റെ ഡിസൈൻ അല്ല ഈ NSൻ്റെ ഡിസൈൻ. NSൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ക എയറോ ഡൈനാമിക് ഡിസൈനിങ് ആണ്. ആ ഒരു കൂർപ്പ് ഡിസൈൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡൊമിനാറിൻ്റെ എഞ്ചിൻ എന്തുകൊണ്ട് ഇതിൽ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല കിടിലൻ പെർഫോമൻസ് നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും. അതാണ് ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ഡിസൈൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കിപ്പം ഡൊമിനാർ 400 ആണെങ്കിൽ നമുക്ക് നോക്കിയാൽ ബാക്ക് ടയർ സൈസൊക്കെ അപ്പ് സൈസാണ്. അറൗണ്ട് 150/60 ആണ് വരുന്നത്. എന്നാൽ ഇതിൽ 140/70 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ടോപ്പ് എൻഡും കാര്യങ്ങളൊക്കെ കൂടുതൽ എടുക്കാൻ ഇതിന് സാധിക്കും. അതുപോലെ ബെറ്റർ മൈലേജ് ഈ ഒരു എഞ്ചിന് കിട്ടും. അപ്പോൾ 400cc ബാക്ക് സൈസ് കുറച്ചുകൊണ്ടുള്ളതെന്ന് പറഞ്ഞാൽ ആ ഒരു പെട്ടെന്ന് ക്വിക്ക് റിയാക്ഷൻ നമുക്ക് ഏറ്റവും കൂടുതലും ടയർ സൈസ് കുറയുമ്പോൾ നമുക്ക് ക്വിക്ക് റിയാക്ഷൻ കിട്ടും. സൈസ് കൂടുമ്പോൾ നമുക്ക് കോർണറിങ് സ്റ്റെബിലിറ്റി കിട്ടും. എന്ന് പറയുമ്പോൾ ഡൊമിനാർ എന്ന് പറയുന്നത് നമുക്കൊരു ക്രൂയിസർ ബൈക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺസ് മൊത്തം ചേഞ്ച് ചെയ്യുന്നത്. അറൗണ്ട് 12 കിലോ അടുപ്പിച്ച് ഇതിന് കുറവുണ്ട്. ഇപ്പോൾ ഡൊമിനാർ 400 വെച്ച് നോക്കുന്നത് NS 400 12 കിലോ കുറവുണ്ട്. അപ്പോൾ 12 കിലോ കുറച്ചുകൊണ്ട് ആ ഒരു ഡൊമിനാർ 400ൻ്റെ എഞ്ചിൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഇനി പറയാനില്ല. അമ്മാതിരി രീതിക്കുള്ളൊരു പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. നിങ്ങൾ ഇനി ഒന്നും നോക്കട്ടെ, നിങ്ങൾ ഒരു NS ഫാനാണെന്നുണ്ടെങ്കിൽ എപ്പോൾ തന്നെ നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്യാൻ നോക്കിയോ. കാരണം ഇതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. നിങ്ങൾ ഹെഡ്ലൈറ്റ് മോശമാണെന്നുള്ള രീതിക്ക് ഈ ഒരു വണ്ടി അവോയ്ഡ് ചെയ്യരുത്. അതോടൊപ്പം തന്നെ ഫീച്ചേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇത്രയും ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് ഇപ്പം അറൗണ്ട് നമുക്ക് ഇതുവരെയായിട്ട് നമുക്ക് ബജാജിൽ ഒരു വണ്ടിയും വന്നിട്ടില്ല. ഇനി അടുത്ത ഒരു വരുമായിരിക്കും എന്തായാലും ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നിർത്തിക്കൊണ്ട് ഇനി അടുത്ത ട്രാക്കിലായിരിക്കും. ട്രാക്കിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, അപ്പോൾ ഈ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു 4 പേരിൻ്റെ വണ്ടി ഇരിപ്പുണ്ട്. NS 400, NS 200, NS 160, NS 125. അപ്പോൾ NS 125 നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിനിമം ആയിട്ടുള്ളൊരു ഡിസൈനിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു NS സെഗ്മെൻറ്റിൽ ഒരു ബൈക്കാണ് NS 125 എന്ന് പറയുന്നത്. ടെലസ്കോപ്പിക് സസ്പെൻഷൻ, ആ ഒരു പഴയ ടിപ്പിക്കലായിട്ടുള്ളൊരു ഡിസൈൻ എന്ന് പറയാം. ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗത്ത്, എന്നാൽ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തും
ഒക്കെ നമുക്ക് ആ ഒരു ചേഞ്ചസ് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഹാലജൻ ടൈപ്പ് ആ ഒരു പഴയ മോഡൽ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എന്നൊക്കെ പറയാം നോക്കിയേക്കാണ്. ആ പഴയ ഒരു ഇൻഡിക്കേറ്റേഴ്സിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കിലോട്ടൊക്കെ വന്നതിനാൽ ഓക്കെയാണ്. സിംഗിൾ സ്പാർക്ക് പ്ലഗ് ആണ് ഈ ഒരു വണ്ടി വരുന്നത്. പിന്നെ നേരെ NS 160 വരാൻ നേരത്ത് 10 സ്പാർക്ക് പ്ലഗ് ആണ് വരുന്നത്. DTSI വരുന്ന ഒരു വണ്ടിയാണ്. അതോടൊപ്പം തന്നെ NS 400 NS 200 സെയിം ബോഡി പാനൽസ് തന്നെയാണ് ഈ NS 160 യൂസ് ചെയ്തിരിക്കുന്നത്. ഈവൻ ഒരു ഡിസ്ക് ബ്രേക്ക് ആയാലും USD ഫോർക്ക് ആയാലും ഹെഡ് ലൈറ്റ് ആയാലും എല്ലാം മൊത്തം മിറേഴ്സ് ഉൾപ്പെടെ എല്ലാം NS 200 സെയിം ഡിസൈൻ പാറ്റേൺസ് ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ NS 200 വന്നതിന് ആ ഒരു കളേഴ്സ് ഉണ്ട്, ഒരു കിടിലൻ കളേഴ്സാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. NS 200 ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളർ ഈ ഒരു വേരിയൻ്റാണ് കേട്ടോ. നിങ്ങളെ കളർ ഏതാണെന്ന് നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ ഫ്രണ്ട് ലുക്ക് ലേഡി ഹെഡ്ലൈറ്റ് നമ്മൾ കാലത്തിന് ഒപ്പം മുന്നേറണം എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഹെഡ്ലൈറ്റ് ഇഷ്ടപ്പെടും. കുറേ പേര് ആദ്യമൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ സംഭവം ഇപ്പം NS 400 ഏറ്റവും ബെറ്റർ ഹെഡ്ലൈറ്റ് ഇതാണെന്നാണ് കൂടുതൽ പേര് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഹെഡ്ലൈറ്റും ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം 160 എല്ലാത്തിനും സെയിം ആണ് കേട്ടോ. ആ ഒരു അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കാണ് വണ്ടിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. അതുപോലെ USD ഫോർക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഈ ഒരു NS വേരിയൻറ്റ്. ഇത് വരുന്നത് നമുക്ക് ട്രിപ്പിൾ സ്പാർക്കാണ്, DTSI ട്രിപ്പിൾ സ്പാർക്ക് എഞ്ചിനാണ് വരുന്നത്. ആ ഒരു 199cc സിംഗിൾ സിലിണ്ടർ ട്രിപ്പിൾ സ്പാർക്ക് DTSI ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു കൊടുത്തിട്ടുള്ളത്. അതിലൊന്നും ചേഞ്ചസും കാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ പവർ വരുന്നത് അറൗണ്ട് 25.5 8000 RPM ഇതിൻ്റെ എഞ്ചിൻ പവറും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നേരെ നമ്മളോട്ട് വന്നതിൻ്റെ ടൈം നമ്മളെ ചെറുക്കുന്നത്. അപ്പോൾ ഇവൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഹെഡ്ലൈറ്റിൽ തന്നെ നല്ല ഒരു റീഡിസൈൻ ചെയ്തിട്ടുള്ള ഹെഡ്ലൈറ്റാണ് ഈ വരുന്നത്. അതിൽ നിന്നും കിടിലം ഹെഡ്ലൈറ്റ് വ്യൂ ആട്ടോ. ഈ കാണുന്ന ഒരു ബോറ് തോന്നുമെങ്കിലും കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു കിടിലം DRL വരുന്ന ആ ഒരു ZDRL വരുന്ന ഒരു ഹെഡ്ലൈറ്റാണ്. അതോടൊപ്പം തന്നെ ഈ പ്രൊജക്ട് LED ഹെഡ്ലൈറ്റൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആയിരിക്കും കേട്ടോ. കാരണം അത്രയ്ക്കും നമുക്ക് ആ ഒരു കറക്റ്റ് വ്യൂ, ആ റോഡ് വ്യൂ ഒക്കെ നമുക്ക് കാണാവുന്ന രീതിക്കാണ് അതിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ NS 400 കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ USD ഫോർക്ക് നോക്കാൻ നേരത്ത് നമ്മൾ NS 200 വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് പക്ക പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമിനാർ 400 സെയിം ആ ഒരു 43 mm വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ താഴെ ഫ്രണ്ട് ഡിസ്ക് ഒക്കെ നോക്കിയാൽ അതേപോലെ 320 mm ഡിസ്പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ബോഡി പാനൽസിന് നോക്കിയാലും കൂടെ മാക്സിലറാണ് കേട്ടോ. അല്ലെങ്കിൽ കൂടെ സൈസി ആയിട്ട് ഫീൽ ചെയ്യുന്നു നമുക്ക് NS 400. വലിയ സൈസി അല്ല, ചെറിയ രീതിക്കുള്ളൊരു ഡിസൈൻ പാറ്റേൺസിൽ നമുക്ക് നല്ല ഫീൽ ചെയ്യും കേട്ടോ. ഈ ഒരു ലൈനസൊക്കെ കണ്ടോ മൊത്തം വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഇതിൽ ഇവർ രണ്ടിലും കൂടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ, ഇപ്പോൾ നിങ്ങൾ NS 200 എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നിങ്ങൾ പോയി NS 400 ബുക്ക് ചെയ്യുക. കാരണം ഇതിൻ്റെ പ്രൈസ് ഡിഫറൻസ് നോക്കിയോ. കാരണം അറൗണ്ട് ഇത് നമുക്ക് വരുന്നത് 1,50,000 സംതിങ് ആണ് കേട്ടോ. 1,55,000 58 വരുന്നുണ്ട്. ഇത് 1,80,000 നോക്കിയേക്കണം. വലിയ ഡിഫറൻസ് ഇല്ല. നമുക്ക് കുറച്ച് പൈസ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ സുഖമായിട്ടൊരു 400cc എടുക്കാൻ പറ്റും. 400cc നേക്കിഡ് പോക്കറ്റ് റോക്കറ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ കിങ് ആണ്. അപ്പം ഇനി നിങ്ങൾ NS 200 എടുക്കാൻ നിൽക്കുന്നവർ നേരെ NS 400 ചാടിക്കും. എൻ്റെ ഒരു ഒപ്പീനിയൻ അതാണ്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങാം ഗൈസ്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രാക്കിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ.
നമ്മളെ ട്രാക്കിലെ റൈഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ വണ്ടി എടുത്തോണ്ട് വെളിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയേക്കാം. ഇപ്പോഴേ ഫാന് ഫുൾ ടൈം ഫാൻ കറങ്ങി കേട്ടോ. ഗോയിങ്ങേ യോ ഗൈസ്. അപ്പോൾ നമുക്ക് മുന്നേ കയറി പോകുന്നില്ല, കാരണം വഴി നമുക്ക് അറിയില്ല. പക്ഷെ വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഹാൻഡ്ലിങ്ങിൻ്റെ ഭാഗത്തായാലും നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഹാൻഡ്ലിംഗ് പൊസിഷനാണ് വണ്ടിക്കകത്ത് വരുന്നത്. സിംഗിൾ ബാർ ഹാൻഡിലായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് 2 പീസ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസ്, ആ 2 പീസ് ഹാൻഡിലിനെ കാട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു സിംഗിൾ ബാർ ഹാൻഡിൽ ബാർസ് തന്നെയാണ് ഇഷ്ടം. അതോടൊപ്പം തന്നെ നമ്മളെ വണ്ടി നോക്കിയാൽ ആ ഒരു മീറ്റർ കൺസോളിലൊക്കെ നല്ല വീട്ടിലെ ഫീച്ചേഴ്സ് ഓറിയൻറ്റഡുള്ള മീറ്റർ കൺസോളിലാണ് കേട്ടോ ഈ വണ്ടിക്ക് വരുന്നത്. അതിൽ നമുക്കൊരു ചെറിയൊരു TFT ആണ്. അതിൽ നമുക്ക് വെഹിക്കിൾ ഇൻഫോം, കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, കമ്മ്യൂണിറ്റിയിലൊക്കെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, മ്യൂസിക്കൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. നമുക്കിങ്ങനെ പറന്നടിച്ച് പോവാം. സ്ട്രീറ്റ് കില്ലറാണ് കേട്ടോ. സ്ട്രീറ്റിലോട്ട് നമുക്ക് പറന്നടിച്ചതാ സ്ട്രീറ്റ് കില്ലർ വണ്ടി. ആ ഫ്രണ്ട് ബ്രേക്കാണ് ഏറ്റവും കൂടുതൽ ബൈറ്റ്. അത് നമുക്ക് ഈ ഒരു 320mm ഡിസ്ക് ബ്രേക്കിൽ വരുന്ന എല്ലാ വണ്ടികളും അങ്ങനെ തന്നെ കേട്ടോ. സ്ട്രീറ്റ് ഫൈറ്ററാണ്. ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ആ ഫ്രണ്ട് ബ്രേക്കിൽ നമ്മളെ വണ്ടി കൺട്രോൾഡാണ്. നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. കൊച്ചി മച്ചാനാണ് പോകണം. ഫ്രണ്ട് കൊച്ചി മച്ചാനും കിടിലൻ ട്രാഫിക്കാണ്. ട്രാഫിക്കിൻ്റെ ഇടയിലാണ് നമുക്ക് ഇതിൻ്റെ അഭ്യാസ മുറകൾ കാണിക്കേണ്ട. ഇനി പോവാൻ നമ്മൾ കുറച്ച് കിലോമീറ്റർ കൂടെ അച്ചീവ് ചെയ്യണ്ട കേട്ടോ. സ്റ്റോണ്ടല്ലേ കൊച്ചി മച്ചാനാണ്. ഇയാൾ ഒറ്റയ്ക്കൂടെ എന്ത് ചെയ്ത്
ബബിളിങ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മച്ചാൻ യൂട്യൂബർ ഉണ്ട് കേട്ടോ, SKR. ഞാൻ യൂട്യൂബിൽ വീഡിയോ കാണുന്നത്. അപ്പോൾ എന്തായാലും മച്ചാൻ എങ്ങനെ ഇതിന് പവറൊക്കെ എത്രയാണ് വരുന്നത്? പവർ ഇപ്പോൾ 40 PS ആണ്. 8800 RPM-ലാണ്. വണ്ടി ഓടിച്ചിട്ട് എന്താ ഫീല്? വണ്ടി നല്ല ഫൺ ടു റൈഡ് മെഷീനാണ്, നല്ല പവർഫുൾ ആണ്. ഡൊമിനാറിനെ കാട്ടി കുറച്ചുകൂടെ ത്രില്ലാണ്. വെയിറ്റ് നല്ലവണ്ണം സ്ട്രീറ്റ് കില്ലർ എന്ന് പറയാം. അത് പക്ക നമുക്ക് സ്ട്രീറ്റ് ഫൈറ്റിന്റെ നമ്മളിപ്പോൾ ഒരു റൈഡ് അടിച്ചാണ് വന്നില്ലേ, ആ ഒരു ട്രാഫിക് കൂടെയൊക്കെ നമുക്ക് ആ ഒരു പോവാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവും. ആ ഹാൻഡിങ്ങും ആ ഫ്ലിക്കിങ് സിംഗിൾ ഹാൻഡിലും ഒക്കെ എല്ലാം പക്ക തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളല്ലേ. അപ്പോൾ എന്തായാലും വീഡിയോ മച്ചാൻ്റെ ചാനലിൽ വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി കാണുക. അപ്പോൾ എന്തായാലും മച്ചാൻ പോലെ ഇതുപോലെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും മച്ചാൻ പോലെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. അപ്പോൾ ഇതുപോലുള്ള കിടിലം വീഡിയോസായിട്ട് ഇനി വരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിന് ബൈ ബൈ.